ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇൻസ്റ്റാഗ്രാമിലെ വീഡിയോ കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ ചൂട് ചോറും രസവും ഉരുളക്കിഴങ്ങും മെഴുക്കുവരട്ടിയുടെ വീഡിയോ കണ്ടത്. അപ്പോൾ എനിക്ക് കൊതിയായപ്പോൾ ഞാനത് ഉണ്ടാക്കി. അപ്പോൾ ഉണ്ടാക്കിയപ്പോൾ നിങ്ങളെ കൂടി കാണിക്കാമെന്ന് കരുതി. എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ രസക്കൂട്ട് വെച്ചിട്ടാണ് രസം ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു ചട്ടി എടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും കുരുമുളകും വറ്റൽമുളകും കറിവേപ്പിലയും അത് ഒന്ന് പൊട്ടി വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം അതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് എൻ്റേതായ രീതിയിലുള്ള രസമാണ്. ഈ രസക്കൂട്ടിൽ വേറെ രീതിയിലാണ് ആ രസം ഉണ്ടാക്കുന്ന റെസിപ്പി എഴുതിയിരിക്കുന്നത്. ഇത് എൻ്റേതായ രീതിയിലുള്ള രസമാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ചുവന്നുള്ളി ആഡ് ചെയ്തു. പിന്നെ ആവശ്യത്തിന് കായത്തിൻ്റെ പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഞാൻ ഇഞ്ചിയും കുരുമുളകും കൂടി ചതച്ചത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിലേക്ക് ഒരല്പം മല്ലിപ്പൊടി, ഒരല്പം മഞ്ഞൾപ്പൊടി, ഒരല്പം മുളക് പൊടി എന്നിവ ആഡ് ചെയ്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ആവശ്യത്തിന് ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ രസക്കൂട്ടില്ലേ അതും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി അതിൻ്റെ ആ പച്ചമണം മാറുന്നവരെ തീ ലോയിലിട്ടിട്ട് നമ്മൾ നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അതിനുശേഷം 1 ലിറ്റർ വാളംപുളിയുടെ വെള്ളമില്ലേ അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പുളി നമ്മൾ നോക്കിയിട്ട് വേണം ആഡ് ചെയ്യാൻ. പുളി കൂടിപ്പോവാതെ നോക്കണം. അങ്ങനെ അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇനിയൊന്നും ചെയ്യാനില്ല. ഇത് തിളച്ച് വരുമ്പോൾ ഇതിന് മുകളിൽ കുറച്ച് മല്ലിയില തൂക. നമ്മുടെ രസത്തിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ രസം. ഇതിന് ശേഷം ഞാൻ ഉരുളക്കിഴങ്ങിൻ്റെ മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്നുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള രീതിയിലാണ്. അപ്പോൾ ഞാൻ ഉരുളക്കിഴങ്ങ് ഇതേപോലെ ക്യൂബായിട്ട് കട്ട് ചെയ്ത് അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ആവശ്യത്തിന് ഒരല്പം മല്ലിപ്പൊടി, ഒരല്പം ഗരം മസാലപ്പൊടി, ഉപ്പ് ഇത് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഈ ഉരുളക്കിഴങ്ങിലേക്ക് മിക്സ് ചെയ്ത് ചേർക്കാം. അതിനുശേഷം വേറൊന്നുമില്ല. ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു ചട്ടി എടുക്കുക. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. കടുക് പൊട്ടിക്കുക. കറിവേപ്പില ഇടുക. ഈ നമ്മളെയും കുഴച്ച് വെച്ച ഈ ഉരുളക്കിഴങ്ങിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി വെന്ത് വരുന്നത് വരെ മൂടി വെച്ച് വേവിക്കാം. വെള്ളമൊന്നും ചേർക്കരുത്. അപ്പോൾ അതേ വെന്ത് കഴിഞ്ഞാൽ ഇത് ഇതുപോലെ ആവും. നമ്മൾ വെന്താന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ ഉരുളക്കിഴങ്ങിൻ്റെ റെസിപ്പി. അപ്പോൾ നമ്മുടെ 2 റെസിപ്പി റെഡി ആയി കഴിഞ്ഞു. നമ്മളിതേ ചോറ് നല്ല ചൂട് ചോറിലേക്ക് നമ്മുടെ രസം ഒഴിച്ച് കഴിക്കാൻ പോവാണ്. അപ്പോൾ ഈ റെസിപ്പി ഭയങ്കര സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് കൊതിയാവുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു രസക്കൂട്ടൊക്കെ വാങ്ങി പെട്ടെന്ന് അത് ഉണ്ടാക്കി കഴിച്ച് നോക്കുക. ഞാൻ അതിലേക്ക് ഒരല്പം നാരങ്ങച്ചാറും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.